നമസ്കാരം, എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. അങ്ങനെ കേൾക്കാനാണ് എനിക്കിഷ്ടം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഉപ്മാവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കിനോവ കൊണ്ടാണ് ഞാൻ ഉപ്മാവ് ഉണ്ടാക്കുന്നത്. നമ്മുടെ വെയിറ്റ് ലോസിനും ഡയബറ്റീസൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് കിനോവ. അപ്പോൾ നമുക്ക് കിനോവ കൊണ്ട് വെജിറ്റബിൾസൊക്കെ ഇട്ട് നല്ലൊരു ഉപ്മാവ് ഉണ്ടാക്കാം. എങ്ങനെയാണ് ഞാൻ ഉപ്മാവ് ഉണ്ടാക്കുന്നത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. തടിയുള്ളവരൊക്കെ കുറയ്ക്കാൻ വളരെ നല്ലതാണ് കേട്ടോ കിനോവ. നല്ല വൈറ്റമിൻസൊക്കെ ഉണ്ട് കിനോവയിൽ. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോയിട്ട് വേഗം ഉപ്മാവ് ഉണ്ടാക്കാം. ഇതാണ് കിനോവ. ഇത് ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ച് ഊറ്റി വെച്ച കിനോവയാണ് കേട്ടോ. വെയിറ്റ് ലോസിനൊക്കെ കിനോവ വെച്ചിട്ടുള്ള എന്ത് റെസിപ്പി ഉണ്ടാക്കി കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഒരു ബൗള് കിനോവ ഞാൻ കുതിർത്തി കഴുകി വെച്ചിട്ടുണ്ട്. സവാള, ക്യാരറ്റ്, പിന്നെ ഉണക്കമുളക്, ഒരു തക്കാളി, ഇഞ്ചി, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, പച്ചമുളക്, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. കുതിർത്ത് വെച്ച ഗ്രീൻ പീസാണിത്. പിന്നെ ഒരു മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. മല്ലിയില, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കുറച്ച് തേങ്ങ വേണം. അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി, ഓപ്ഷനിലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉപ്മാവ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കിനോവ ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. ഒരു 2-3 വിസിൽ മാത്രം മതി കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഈ ക്യാരറ്റും ഗ്രീൻ പീസും ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ക്യാരറ്റ് ഇടാം. കഴുകി വെച്ച ഈ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. കൂടിപ്പോയാലും അത് പ്രശ്നമില്ല. വെജിറ്റബിൾസ് നമുക്ക് അത്രയും നല്ലതാണല്ലോ നമ്മുടെ ശരീരത്തിന്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്രീൻ പീസ് വേവാൻ വെള്ളം വേണമല്ലോ. ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച ഗ്രീൻ പീസാണ്. 3 വിസിലേ ആവശ്യമുള്ളൂ. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. എനിക്ക് നല്ല ജലദോഷമൊക്കെയാണ്, അതാണ് എൻ്റെ ശബ്ദം കടന്നു പോയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ട് ഒരു 3 വിസിലാവട്ടെ. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കാം. വിസിൽ വരുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി. ഇതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഒപ്പം ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മളുടെ കടുക് ഏതാണ്ട് പൊട്ടി അതിലേക്ക് ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കാം. ഈ കിനോവ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പരിപ്പിൻ്റെയും ഉഴുന്നിൻ്റെയൊക്കെ റോട്ടേസ്റ്റ് മാറി കിട്ടി. ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി ഇത്ര മൂത്തു. ഇതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തക്കാളി എടുത്തോളൂ കേട്ടോ. എത്രമാത്രം കിനോവയുടെ അളവുണ്ട് അതിനനുസരിച്ച് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ബൗള് കിനോവയെ എടുത്തിട്ടുള്ളൂ. ഞങ്ങൾക്ക് 2 ആൾക്കല്ല, ഒരു 3-4 ആൾക്ക് കഴിക്കാനുള്ള കിനോവ അതുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളി റോട്ടേസ്റ്റൊക്കെ മാറി സാധാരണത്തെ പോലെ നമുക്കിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാ ഉപ്മാവ് എങ്ങനെ ഉണ്ടാക്കണോ അതുപോലെ തന്നെ അതിന് കുറച്ച് വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം. ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. കിനോവയുടെ ഉപ്മാവ് എപ്പോഴും ഡ്രൈ ആവുന്നതാണ് ടേസ്റ്റ് കേട്ടോ. ഇത്ര തേങ്ങ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ വെള്ളം നല്ല ബോയിലായി. ഇതിലേക്ക് നമുക്ക് ഈ കിനോവ വേവിച്ചത് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഉപ്പുണ്ടാകും നോക്കാം. നമ്മൾ ആദ്യം ഉപ്പിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഉപ്പുണ്ടോയെന്ന് നോക്കട്ടെ. നല്ല ഉപ്പുണ്ട്. ഇനി ഉപ്പിൻ്റെ ആവശ്യമില്ല. ഉള്ളിയൊക്കെ വഴറ്റുമ്പോഴും ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. കിനോവ വേവിക്കുമ്പോഴും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേ ഉപ്പ് മതി കേട്ടോ. അപ്പോൾ കിനോവയുടെ ഉപ്മാവ് കണ്ടോ, ഇവിടെ നല്ല ഡ്രൈ ആയി റെഡി ആയിട്ടുണ്ട്.
കിനോവ എന്ന് പറഞ്ഞ വിറ്റാമിൻസിൻ്റെ ഒരു കലവറ തന്നെയാണ്. ഡയബറ്റീസ് ഉള്ളവർക്ക് ഇത് വളരെ നല്ലതാണ്. ഉറപ്പായിട്ടും ഇത് കഴിച്ചോളൂ, നിങ്ങളുടെ ഷുഗറൊക്കെ കുറയും. വെജിറ്റേറിയൻസിനാണെങ്കിൽ ഇത് ഇങ്ങനെ ഉണ്ടാക്കാം. ഇനി ഇതിൽ ഒരു മുട്ട കൂടി ചേർത്താൽ വളരെ നല്ലതാണ്. ഓപ്ഷനിലാണ് കേട്ടോ ഇത്. നോൺ വെജ് കഴിക്കുന്നവർക്ക് മാത്രമേ മുട്ടയുടെ ആവശ്യമുള്ളൂ. അതും ആണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാൻ ഇതിലൊരു മുട്ട ഒഴിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അപ്പോൾ ഒന്നുകൂടിയും ടേസ്റ്റ് കൂട്ടാനാണ് കേട്ടോ ഞാൻ ഈ ഒരു ഇത് ചെയ്യണത്. ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇതിവിടെ വെച്ചിട്ട് ഈ ഭാഗത്ത് വെച്ച് ഞാൻ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ മുട്ട സ്ക്രാമ്പിൾ ചെയ്തു. അത് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇതെല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സാക്കി ഇതിലേക്ക് കുറച്ച് മല്ലിയില, കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഓപ്ഷനിലാണ് കേട്ടോ. ഇട്ടാൽ അബദ്ധമില്ല, നല്ലതാണ്. അപ്പോൾ നമ്മളുടെ കിനോവ ഉപ്പുമാവ് ഇവിടെ റെഡി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി. എത്ര പെട്ടെന്ന് തീർന്നു, എത്ര സിമ്പിളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഉപ്പുമാവ് ഇഷ്ടപ്പെട്ടോ? ഉപ്പുമാവ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി പുതിയ റെസിപ്പിയായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് വരും. അതിനെ എന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ശുഭദിനം ആശംസിക്കുന്നു.